സോ നമ്മളിപ്പം ട്രിപ്പ് പോകുവാണ്. രാവിലെ 5 മണിയായി. ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അയ്യ. സോ നമ്മൾ റെഡി ആയിട്ടുണ്ട്. താഴെ എല്ലാവരും റെഡിയായി. അപ്പം നമുക്ക് താഴോട്ട് പോകാം. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് പെട്ടിയെല്ലാം വെയിറ്റെല്ലാം നോക്കിയതിന് ശേഷം നമ്മളെല്ലാവരും റെഡി ആയിട്ടോ. രാവിലെ 5 മണിക്ക്. സോ എത്ര മണിയായി? 5:30 ഗൈസ്. ഉള്ളിരിട്ടാണ്. 5:30 കണ്ട നാളെ മറന്നു ഞാൻ. വേണ്ടേ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ട്വിന്നിങ് ആണ്. അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് നേരത്തെ ഇറങ്ങി കേട്ടോ. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് നല്ല ദൂരമുണ്ട്. 2.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. സോ ബ്ലോക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്തി. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തി ഗൈസ്. ഇവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. സോ ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് വല്ലതും ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കും, അല്ലെങ്കിൽ അകത്ത് കയറിയിട്ട് കഴിക്കണം. അകത്ത് കയറിയിട്ട് കഴിക്കാൻ നിന്നാലും നല്ല റേറ്റ് ആവും. സോ പുറത്ത് ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോവാണ്. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ നല്ല ഫുഡാണോ എന്നറിയത്തില്ല. സോ ഗൈസ് നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്യാണ്. ഫുഡ് വന്നിട്ട് കാണാം. എന്താ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ തൊട്ടടുത്ത് ആരോ പരിചയമുള്ള ഒരാളെപ്പോലെ തോന്നിയത്. തമിഴ് ആക്ടറാണ് കേട്ടോ. പക്ഷെ എനിക്ക് പേര് ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് മിണ്ടി കേട്ടോ. എവിടാ പോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമ്മളൊരു സെൽഫിയൊക്കെ എടുത്തു. ഇവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ടെൻഷനുണ്ട്. നല്ല അത്യാവശ്യം എക്സൈറ്റഡുമാണ്. ചെറിയ രീതിയിലൊരു ടെൻഷനും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സീറ്റ് വേറെ വേറെ കിട്ടിയത്. ഇവള് മാത്രം ഒറ്റയ്ക്ക് ഒരിടത്ത്. സോ ഇവളുടെ റിയാക്ഷനൊക്കെ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് കയറിയിട്ട് കാണാം. എന്ത് വാക്ക് അങ്ങോട്ടൊന്ന് പറ. എന്തുവാന്ന് ടെൻഷനാവുന്നത് ഗൈസ്. പൊന്നൂന് ഗൈസ് നമ്മൾ കയറാൻ പോവാണ്. ഫ്ലൈറ്റ് എടുത്തു. speak Hindi and English. Some of us can speak Kannada, Tamil, Malayalam, Nepali, Punjabi, Kosi. For your cooperation. Aapki Suraksha has lines of slide drafts. Board the nearest draft on exit. Tampering with lines or slide drafts may be deployed. Please read our safety instruction card on how to use the slides.
അങ്ങനെ പൊന്നൂൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ എക്സൈറ്റ്മെൻറ്റും അവളുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ കണ്ടു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മളുടെ തൊട്ട് ഫ്രണ്ടിൽ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. അവനാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ നമ്മളടുത്ത് ചെന്നൈ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ വന്നു ഗൈസ്. ഇവിടെ 2 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. സോ അടുത്ത ഫ്ലൈറ്റ് 2 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ KFC വന്നു ഗൈസ്. നമ്മൾ KFC മേടിച്ചു ഗൈസ്. പക്ഷേ ഇവിടെ ബാക്കി എല്ലാത്തിനും ഒടുക്കത്തെ റേറ്റ്. നമ്മൾ KFC ആൻഡ് പിസ്സ ഹട്ടിൽ നിന്നൊരു പിസ്സയും വാങ്ങിച്ചു. പിസ്സ ഇതുവരെ എത്തിയില്ല, ഇപ്പോൾ എത്തും. നമ്മൾ വീണ്ടും അടുത്ത ഡൽഹിയിലോട്ട് പോവുകയാണ്. അടുത്ത ഫ്ലൈറ്റ്. സോ ഡൽഹി ചൂട് കാണാം. ഉറങ്ങിയിട്ടും സ്ഥലത്തുന്നില്ല. ബോറടിക്കുന്നു. നല്ല ഉറക്കവും വരുന്നു. സോ ടയേർഡ്. അങ്ങനെ നമ്മളൊരു ഈവനിങ് 6 മണിയൊക്കെ ആയപ്പോൾ ഡൽഹി എത്തി കേട്ടോ. അവിടെ ചെന്ന് പിന്നെ നമ്മൾ ബാഗൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. ഫൈനലി നമ്മൾ ഡൽഹിയിൽ റീച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പം ഇവിടെ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഡ്രൈവർ ചേട്ടൻ വന്നു നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. മറ്റേ പേരൊക്കെ എഴുതിയ പോസ്റ്ററൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളിവിടെ റൂമിൽ വന്നിരിക്കുകയാണ്. ഡെഡായി സത്യം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഗൈസ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അയ്യോ വയറ് തോന്നിട്ടിരിക്കുന്നു. കരോൾ ബാഗ് അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്. സോ ഫുള്ള് കടകളാണ് അതിൻ്റെ അടുത്തില്ല. നമ്മൾ വിളിച്ച് രാത്രി ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന്. ഫുഡ് കഴിച്ചിട്ട് ഡൽഹി തെരുവ് വീതികളിലൂടെ ഗൈസ് ഞങ്ങളിപ്പോൾ കഴിക്കാൻ വന്നു ഗൈസ്. ഡൽഹി വന്നുകൊണ്ട് തന്നെ ഡൽഹിയിലെ സ്പെഷ്യൽ സാധനം തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. താലി. എന്ത് താലിയാ? റൊട്ടിയും ബിരിയാണിയും ഒക്കെ വരുന്നൊരു താലി. ബിരിയാണിയാണ്. സോ വന്നിട്ടറിയാം എങ്ങനെയുള്ളത്, കൊള്ളാവോ ഇല്ലയോ. നമ്മൾ ഓർഡർ ചെയ്ത താലി എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. കണ്ടിട്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ വന്നതേ ഉള്ളു. ഹൈദരാബാദ് ബിരിയാണി തോന്നുന്നു. അച്ഛൻ കഴിച്ചോ? ബിരിയാണി കഴിച്ചു. വേണ്ട കറി എടുത്ത് കഴിയും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങിയിട്ട് നല്ല ക്ഷീണമായിട്ട് ഞാൻ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റിയില്ല.